കാർത്തിക്, നിനക്ക് രാവിലെ പോകാനായിട്ട് വേറെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. നിന്റെ കാറ് നന്നാക്കിയിട്ട് അങ്ങോട്ട് അയച്ചു തരാം. നോ 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 നോ, എനിക്ക് എന്റെ ഡാർലിങ്ങിനെ വിട്ട് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ സർവീസിന് ഞാൻ തന്നെ പോയിന്ന് ചെയ്യിപ്പിച്ചോളാം. കാർത്തിക്, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ. എന്താങ്കിൽ ഞാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണോ? ചേച്ചേ, അതുകൊണ്ടല്ല മോനെ. ഇതാദ്യമായിട്ട് എസ്റ്റേറ്റിൽ വന്ന് നീ താമസിക്കണത് ആദ്യമായിട്ടാണ്. ഒരുപാട് നന്ദിയുണ്ട് മോനെ. മാനേജർ സാർ, താങ്ക്സ് പറയേണ്ട ഇവനോടല്ല, ആ പെണ്ണിനോടാ. ഏത് പെണ്ണിനാടാ? സാറിന്റെ ചെവി പൂ വെച്ചില്ലേ, ആ പെണ്ണിനോട്. ഇവിടെ നോക്കയ്യരെ, അപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഒന്ന് കുളിക്കണം തോന്നുന്നുണ്ടോ? വേണ്ട. എന്റെ ഡാർലിങ്ങിനെ നശിപ്പിച്ചതും പോരാ, എന്റെ ചെവിയിൽ പൂ വെച്ചിട്ട് പോയവളെ നല്ലവളെന്ന് പറയാണല്ലേ? പറയാൻ പറ്റില്ലല്ലോ. അവള് ധീര 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 ധീരന ധീര ധീരന ധീരന ധീര 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 ധീരന ധീര ധീരന ധീരന. ആ മാരുതിക്കാരന്റെ ഓണർ ഇങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നേ. ബോസ് ഇവിടെ ഇല്ല, പാർട്സ് വാങ്ങാൻ വേണ്ടി പുറത്തു പോയിരിക്കാണോ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യടേ. ഓൾ ഇൻ വൺ മെക്കാനിക്കൽ ക്ലിനിക്, ഡോക്ടർ മഞ്ജുളൻ MB. ഹായ് ഹായ്, ഐ ആം ലോകേഷ്. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ സ്നേഹത്തോടെ പുലി എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? പുലി. ആ, പുലി. താങ്കള്? ഞാനില്ലാതെ നാട്ടിലെ ഒന്നും തന്നെ. പുലി എവിടെ? ഡോക്ടർ മഞ്ജുളനെ ഒന്ന് കാണാൻ ടൗണിൽ പോയിരിക്കാ. അല്ലല്ല, പാർട്സ് വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയിരിക്കാ. പാർട്സ് വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയിരിക്കാണല്ലേ? ടൗണിൽ പോയിരിക്കാ. നന്നായി പണിയെടുക്കൊണ്ട് പോയി. പുലി, ഈ മെക്കാനിക്ക് ഇവിടുത്തെ ഓണറാണോ അതോ വർക്കറാണോ? നിങ്ങൾക്ക് ആ ഡൗട്ട് ഉണ്ടോ? അദ്ദേഹത്തെ കണ്ടിട്ട് ഓണറായിട്ട് തോന്നുന്നില്ലേ? എക്സാക്ട്ലി, അയാളെ കണ്ടിട്ട് ഓണറായിട്ട് തോന്നുന്നേയില്ല. പിന്നെന്തായിട്ടാ തോന്നുന്നത്? അവനെ കണ്ടു കഴിഞ്ഞാ എന്താണ് ഡോക്ടർ കാറിനടിയില്? ഇവൻ പറഞ്ഞു താൻ എന്താ ആവശ്യത്തിന് ടൗണിൽ പോയിരിക്കുകയാണെന്ന്. പാർട്സ് ഒബ്സർവേഷനിലായിരുന്നു ഞാൻ. ഇല്ല ഇല്ല, വണ്ടി ഒബ്സർവേഷൻ ചെയ്തോണ്ടിരിക്കായിരുന്നു, അതാ ഞാൻ പറഞ്ഞേ. ഒബ്സർവേഷൻ? അല്ല അല്ല, അതല്ല ബോസേ. ഈ ശരീരത്തിന് സുഖമില്ലാത്തവരൊക്കെ ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ ഇട്ടില്ല, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഞാനും കംപ്ലൈന്റ് ആയ വണ്ടിയൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവേഷൻ ചെയ്ത് നോക്കും ഞാൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് ഇനി വേറെ കഥയൊന്നും ഉറക്കാൻ നിൽക്കണ്ട. 1/2 മണിക്കൂറിൽ എനിക്ക് വണ്ടി റെഡിയാക്കി കിട്ടണം. ബോസ് 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 ബോസ്, ഒരു മിനിറ്റ് ഒന്ന്. എന്താടാ? അവന്റെ അടുത്ത് കാണാൻ ഓണറെ പോലെ ഇല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നെ കാണാൻ എങ്ങനെയാ തോന്നുന്നത്? ബോസ് ബോസ് പറ ബോസേ, ഒന്ന് പറഞ്ഞിട്ട് പോ. ഒന്ന് പറഞ്ഞിട്ട് പോ ബോസേ, ഒന്ന് പറഞ്ഞാട്ടെ. അത്രയ്ക്ക് ആഗ്രഹം? ഒന്ന് പറഞ്ഞിട്ട് പോ. ഇങ്ങ് വന്നേ. നീ ഓണറെ പോലെ ഒന്നുമല്ല. പിന്നെ വേറെന്താ തോന്നുന്നേ? നീ ഒരു മാമയെ പോലെ ഉണ്ടെന്നാ ഉദ്ദേശിച്ചു. നല്ല കാര്യം, ആരും അത് കേട്ടില്ല അവൻ പറഞ്ഞത്. ധീര ധീര ധീരന ധീര 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 ധീരന ധീര ധീരന. അവന്റെ വരുന്നുണ്ട്. നമ്മളെ തുറച്ചു നോക്കുന്നത് കണ്ടില്ലേ? അവന്റെ ചെവിയിൽ അന്ന് പൂ വെച്ചതല്ലേ, അതിന്റെ ദേഷ്യം അവന് ഇതുവരെ മാറിയില്ലെന്ന് തോന്നി. നിങ്ങളെല്ലാരും എടുത്തോണ്ട് പോവാൻ റെഡി ആയിട്ട് തന്നെ ഇരുന്നോ. ഓൾ ബി അലർട്ട്, ഓക്കെ? എന്നെയല്ലടാ അവനെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ അവനെ എങ്ങനെ അടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ നടക്കാൻ പോകുന്നെന്ന് കണ്ടോ? അടിപൊളിയായിട്ടുണ്ടല്ലോ, ശ്രദ്ധിച്ചു പോണേ. പോടാ പോടാ. എടാ വേഗം ചേട്ടാ, വേഗം വാടോ. അങ്കിളാ കയ്യൊന്ന് ഇതൊക്കെ തിന്നാൻ തുടങ്ങിയതുകൊണ്ട് അരിയുടെ വില കൂടിയത്. കിടന്നു പോ. കേറി വാ, പെട്ടെന്ന് കേറി മക്കളെ, വാ. വേറെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അങ്ങനെയാണോ?
ഡോർ അടക്കാൻ പോവാ, ആരെങ്കിലും കേറാണ്ടോ? ആ പെട്ടെന്ന് കേറ് മാഷേ. ആ കേറ്. സ്റ്റോപ്പ്. ഹംസ വന്നല്ലോ, ഹംസ വന്നല്ലോ, ഹംസ വന്നല്ലോ. ആ വാ 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 കേറ്. ആ അവിടെ റൈറ്റ്. വേറി വന്നു. അയ്യോ ഇവനാണല്ലോ. ദൈവമേ, ഇന്നത്തെ കാര്യം പോക്ക. ഇവന്റെ വണ്ടി ശരിയായിട്ടില്ല. ദൈവമേ, ഭാഗ്യം കണ്ടിട്ടില്ല. ഡോക്ടർ മഞ്ജുള. എക്സ്ക്യൂസ് മീ, കോൾ മീ ഡോക്ടർ മെക്കാനിക്കൽ മഞ്ജ. അല്ല, എന്താണ് മെക്കാനിക്കിന്റെ വണ്ടിയാണ് റിപ്പയർ ആയിരിക്കുന്നത്? എന്തേ, ഡോക്ടർക്കൊന്നും രോഗങ്ങളൊന്നും വരാറില്ല? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഡോക്ടർ എന്ന് പേര് വെച്ചിട്ട് മോശമല്ലേ ഇത്? അതെ, അതൊന്നുമല്ല. അല്ല, ബോസ് എപ്പോ നോക്കിയാലും ഒരു വാട്ടർ എഫക്റ്റ് ആണല്ലോ വന്നോണ്ടിരിക്കുന്നത്. അതിന്റെ രഹസ്യം എന്താ? അതൊക്കെ അങ്ങനെയാ. നല്ല ആൾക്കാരെ കാണുമ്പോൾ ആകാശത്ത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. ഓഹോ, അപ്പൊ ഞങ്ങൾക്കോ? എടാ, നീ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാ പറഞ്ഞത്. ഏയ്, മതി മതി, നിർത്ത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. മാനം കളയാറായിട്ടൊരു വണ്ടി. അതൊക്കെ പോട്ടെ. എന്തോ ആവശ്യത്തിന് ഇങ്ങോട്ട് പോവാണല്ലോ. എന്താണ് പരിപാടി? സോറി, വേണി. ഓ, ഡീലെ വേണിയെ കാണാൻ ഞാൻ അങ്ങ് എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലവാണോ? എന്താന്നറിയില്ല, എനിക്കും അങ്ങനെയാ തോന്നുന്നേ. നേരത്തെ വണ്ടി പുറപ്പെടുന്ന സമയത്ത് അവൾ എന്നെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരുന്നു. പിന്നെ എന്നെ നോക്കിയിട്ട് ചി അഴുക്ക എന്ന് അവള് പറഞ്ഞു. ആ അഴുക്ക് എന്റെ മനസ്സിൽ കിറുക്കായിട്ട് മാറിയിരിക്കണ. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൈ വെളുക്കാൻ രാവിലെ 2 സോപ്പ് തേച്ച് കുളിച്ചത്. അഴകഴകായിട്ട് അവളെ കാണാൻ രാവിലെ ഇറങ്ങി പുറപ്പെട്ടത്. വെടി വെടി. സോറി, എക്സ്ട്രീംലി സോറി സർ. ഞാൻ ഈ ലവ് മാറ്ററിൽ വന്നോണ്ട് നിങ്ങളെ വണ്ടി റെഡിയാക്കാൻ മറന്നുപോയി. ദയവ് ചെയ്ത് ക്ഷമിച്ചാട്ടെ സാർ. ഇന്ന് വൈകുന്നേരത്തോടെ ഞാൻ സാറിന് വണ്ടി റെഡിയാക്കി തരും കേട്ടോ. കൂൾ. നീ സമയമെടുത്ത് പതുക്കെ റിപ്പയർ ചെയ്താൽ മതി. നീയാണെങ്കിൽ ലവ് മാറ്ററിനോട് പറയുകയും ചെയ്തല്ലോ. എനിക്ക് മനസാക്ഷി ഉണ്ടല്ലേ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. സാറിന്റെ വായിന്നാണോ ഈ വാക്ക് വന്നത്? ഈ ഭൂമിയിൽ ലവിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. ലവിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒന്നും തന്നെ ഇല്ലല്ലേ. ടേക്ക് യുവർ ഓൺ സ്വീറ്റ് ടൈം. എന്താ ട്രാക്ക് മാറിയിട്ടാണല്ലോ പോകുന്നത്? ഗ്യാപ്പില് തലയിൽ വല്ല ഇടി വല്ലതും കിട്ടിയോ? ഇല്ല, മനസ്സിലാവാൻ ഇടിച്ചത്. ടോട്ടൽ കൺഫ്യൂഷൻ ആണല്ലോ. ഹായ്, എന്താ നിന്റെ പേര്? ഹംസോന്നോ? സൂപ്പർടാ, സ്വീറ്റ് നെയിം. ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊരു ഗെയിം കളിച്ചാലോ? എല്ലാരും അവിടെ പോയി കളിക്കടാ. അപ്പുറത്ത് പോയി കളിക്കാൻ. എന്താ ഇവിടെ? അതൊന്നുമില്ല, ചുമ്മാ. എന്റെ സൈക്കിൾ നോക്കിയിരിക്കുന്നേ. സൈക്കിൾ ഓടിക്കാൻ അറിയാവോ? ഇല്ല സാർ. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചെന്നാ ഓടിക്കോ? ഏയ്, ഇറങ്ങട താഴെ. എന്താ
എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ സീറ്റിൽ കയറി ഇരിക്കണം. ആദ്യം ഹാഫ് പെഡലിൽ ചവിട്ടും, എന്നിട്ട് സീറ്റിൽ കയറി ഇരിക്കാം. ഡാ നീ എന്നോട് കാണിക്കുന്ന കുറച്ച് ഓവറാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ കളിക്കണമെങ്കിൽ ഇതാണ് റൂള്. ഇവിടെ ഞാനാണ് ഗുരു, നിങ്ങളാണ് ശിഷ്യൻ. എന്നാ ശരി ആശാനെ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറ. ആദ്യം ഹാഫ് പെഡലിൽ കാല് ചവിട്ട്. ശരി. ഹാൻഡിൽ നീറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യണം. ആ. ചവിട്ട് ചവിട്ട് പതുക്കെ പതുക്കെ. ബാലൻസ് ചെയ്യ് ബാലൻസ് ചെയ്യ്. ലെഫ്റ്റ് ലെഫ്റ്റ് അല്ല റൈറ്റ് റൈറ്റ്. ലെഫ്റ്റ് പോ. റൈറ്റ് നേരെ. അങ്ങനെയല്ല റൈറ്റ് റൈറ്റ്. ഓ കറക്റ്റ് കറക്റ്റ്. ചവിട്ടിക്കോ ചവിട്ടിക്കോ. അങ്ങനെ തന്നെ ലെഫ്റ്റ് ലെഫ്റ്റ്. ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് പോ. ലെഫ്റ്റ് ലെഫ്റ്റ്. ലെഫ്റ്റ് റൈറ്റ്. അയ്യോ വീണല്ലോ. അയ്യോ അയ്യോ എന്താ പറ്റേ? അയ്യോ രക്തം വരുന്നുണ്ടല്ലോ. അല്ല നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല? അറിയില്ലെന്നാ പറഞ്ഞത്, പഠിപ്പിച്ചു കൊടുത്തതാ. ഞാൻ പറയുന്നത് മര്യാദക്ക് ചെയ്തില്ലല്ലോ. ഗ്രാസ്പിംഗ് പവർ കുറവാന്ന് തോന്നുന്നു. വീട്ടിൽ പോയിട്ട് മുറിവ് കഴുകിയിട്ട് അമ്മയോട് കെട്ടിത്തരാൻ പറയണം. ഏയ് നടക്കടാ. ശരി ശരി. അല്ല നീ എന്താ ഈ വഴിക്ക്? അത് ഇത് തരാനാണ് ഇവിടെ വരെ വന്നത്. ഏറ്റാക്ക് മര്യാദക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലേ? ഈ വെതറിലെ മുറിവ് മര്യാദക്ക് ഒണങ്ങു പോലും ഇല്ല. ഇതിനുള്ള ഒരു സൂപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട്, പറഞ്ഞു കൊടുക്കട്ടെ. പറ. ഹലോ, വീട്ടിൽ ചെന്നിട്ട് മുറിവിന്റെ മേല് ഇതൊഴിച്ചാ മതി. വേഗം മുറിവ് കരിയും ചേട്ടാ. ഞാൻ പറയുന്ന പോലെ ചെയ്യണേ. കേട്ടല്ലോ? എന്താടാ പറഞ്ഞു കൊടുത്തേ? അതൊന്നും ചേച്ചിക്ക് മനസ്സിലാവില്ല. വാ. എന്തായാലും പരിപാടി കളറായല്ലോ.